ഇനി നമ്മളുടെ കോമ്പറ്റീഷൻ റൗണ്ടിലേക്കല്ല നമ്മൾ പ്രവേശിക്കുന്നത്, മറ്റൊരു ഡിസ്കഷൻ വേദിയിലേക്കാണ്. നമ്മളുടേതായ സ്വന്തമായ കുറേ അഭിപ്രായങ്ങൾ ഓരോ ടോപ്പിക്സിനെ കുറിച്ചും നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ, നമ്മളുടെ വനിതകൾക്കും ഉണ്ടാവും. നമ്മളുടെ 14 കണ്ടസ്റ്റൻസും ഇതാ നമ്മളുടെ മുന്നിൽ എത്താൻ പോവാണ്. ഹായ്, വനിതാ രത്നവുമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന വളരെ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ്. നമ്മളുടെ ഷൂട്ട് നടക്കുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഏറ്റവും പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ്, ഒരു ലാൻഡ്സ്കേപ്പിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ നമ്മളുടെ കാഴ്ചപ്പാടുകളെ നമ്മുടെ ഓഡിയൻസിന് മുന്നിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും നല്ല ഒരു ടോപ്പിക്കാണ്. ഇന്ന് നിങ്ങളുടെയൊക്കെ ഈ ഒരു എന്താ പറയുക അറ്റയർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സൗന്ദര്യം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ? സ്ത്രീ സൗന്ദര്യ മത്സരങ്ങൾ, ആ ഒരു ടോപ്പിക് എന്നല്ല, സ്ത്രീ സൗന്ദര്യം എന്ന് പറയുന്ന ആ ഒരു ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പോവാം. അപ്പം അമൃത, എനിക്ക് അമൃതയോട് ചോദിക്കാനുള്ളത് എന്താണ് ഒരു സൗന്ദര്യമുള്ള ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അമൃതയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വനിതാരത്നം ഒരു സ്ത്രീ സൗന്ദര്യ മത്സരമാണ്. അത് എൻ്റെ മനസ്സിൽ എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ, സ്ത്രീയുടെ ഉള്ളിലെ എല്ലാ തരത്തിലുള്ള കഴിവുകൾ, നമ്മൾ എത്രത്തോളം ശക്തരാണ്, എൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ് ഒരു സ്ത്രീ സൗന്ദര്യം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് വുമൻ അത് എന്താണെന്നുള്ളത് ഈ ഒരു ഷോ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത് ഒരു നല്ല സ്ത്രീ സൗന്ദര്യത്തിന്റെ ഉദാഹരണമാണ്. ഓക്കെ, മാനസികമായി ഉള്ള ഒരു സൗന്ദര്യം, അതാണ് അവിടെ മീൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ കാലഘട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളുടെ ഇന്ത്യയിൽ ഈ ഒരു ഇതെന്ന് പറയുന്ന മേക്ക് ഓവർ സെഷന്റെ കാലമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തായിരിക്കും ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഇത്രയേറെ മേക്ക് ഓവേഴ്സ് നടന്ന ഒരു ഇതുള്ളത്. ദിവ്യ ചേച്ചിക്ക് അതിനോട് എന്താണ് അഭിപ്രായം? ഒരു മേക്ക് ഓവർ സെഷൻ എന്ന് പറയുമ്പോൾ അത് നടത്തുന്നത് അത് ബാഹിക സൗന്ദര്യത്തെ ബേസ്ഡ് അല്ലേ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എല്ലാവരും തന്നെ ഭംഗി ഉണ്ടാവണം. നമ്മളൊരു മേക്ക് ഓവർ നടത്തുമ്പോൾ ഇപ്പം അവിടെ നമ്മൾ സംഭവിക്കുന്നത്, നമ്മൾ ജസ്റ്റ് ഒരു ഭാഗികമായ ഒരു ചേഞ്ച് മാത്രമേ വരുത്തുന്നുള്ളൂ. അതിൽ നിന്ന് നമുക്ക് മാനസികമായ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ബിലീവ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവാണ്, ഒരു ക്രൗഡിൽ മാത്രമല്ല, ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ ഞാൻ വെൽ ഡ്രസ്ഡ് ആണെങ്കിൽ, ഡീസൻറ്റ് ഡ്രസ്സിങ് പ്ലസ് നല്ല അറ്റയർ എല്ലാം ഇൻക്ലൂഡിങ് എൻ്റെ ഔട്ടർ അപ്പിയറൻസ് ആണ് എൻ്റെ കോൺഫിഡൻസ്. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ, ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുന്നതിലും ഒരു 4 പേര് കൂടുന്നിടത്ത് നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ തരുന്നത് ആദ്യം ഔട്ട്സൈഡ് നമ്മുടെ അറ്റയർ തന്നെയാണ്. അതുപോലെ തന്നെ അപ്പം എനിക്ക് ചോദിക്കാനുള്ള വിജയ ചേച്ചിയോടാണ്, നമ്മളിപ്പം സൗന്ദര്യം ബേസ്ഡ് ആയിട്ട്, അതായത് നമ്മളൊരു സുന്ദരിയായി നല്ല ഡ്രസ്സ് ചെയ്ത് ഒരു സ്ഥലത്ത് ചെന്നാൽ നമുക്ക് കോൺഫിഡൻസ് കൂടും എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. അപ്പം ഒരുങ്ങി പോകുന്നതിൽ ഒരു കോൺഫിഡൻസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ വിജയ ചേച്ചിക്ക്? ഒരുങ്ങിപ്പോവുക, അത് ഒരുപാട് വസ്ത്രം, വില പിടിച്ച വസ്ത്രങ്ങളിടുക, ഒരുപാട് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ധരിക്കുക എന്നുള്ളതല്ല. നമ്മളുടെ ഒരു അതിൻ്റെ റിച്ച്നെസ് എന്ന് പറയാൻ വേണമെങ്കിൽ, നമ്മൾ എങ്ങനെ അത് നമ്മൾ ക്രമീകരിക്കുന്നു നമ്മുടെ ദേഹത്തിൽ. എത്ര വില കുറഞ്ഞും നമുക്ക് ഒരു കാര്യം നന്നായി പ്രസന്റ് ചെയ്യാം, അത് നമുക്കൊരു കോൺഫിഡൻസ് തരും. തീർച്ചയായിട്ടും പുറത്ത് 4 ആൾക്കാർ മേക്ക് ഓവേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. മേക്ക് ഓവർ എന്നൊരു തരത്തിലല്ല ഞാൻ പറയുന്നത്. ഒരു നമ്മൾ ഡ്രസ്സിന്റെ കാര്യത്തിലായാലും ഓർണമെന്റ്സിന്റെ കാര്യത്തിലായാലും ഒരു എന്താ പറയുക, സാധാരണക്കാരനും ഇപ്പോൾ പലതരത്തിലും അവൈലബിൾ ആണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, നമ്മൾ ആരും ഇപ്പോൾ എല്ലാം വളരെ കോസ്റ്റ്ലി ആയിട്ട് വാങ്ങുന്ന അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സാധാരണക്കാരനും ഉള്ളത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്കതൊരു നല്ല, ഇപ്പം നമ്മൾ മുഷിഞ്ഞു ഒരു ഡ്രസ്സ് നമുക്ക് നന്നായി വൃത്തിയിൽ നീറ്റായിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ മുഷിഞ്ഞിട്ടും പോകാൻ പറ്റും. അത് നല്ല ഡ്രസ്സും പറ്റും, ചീത്ത ഡ്രസ്സും പറ്റും. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നീറ്റായിട്ട് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, നമ്മൾ ഫുൾ ടോട്ടലി നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. തീർച്ചയായിട്ടും നമുക്കൊരു ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻ്റ് ആണ്, ഞാൻ നീറ്റാണ്, ഞാൻ നന്നായിട്ട് ഇരിക്കുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാവണം. ഈ ഇടയ്ക്ക് നമ്മളുടെ ഒരു നടി നമ്മുടെ മലയാളം സിനിമയിലെ ഒരു നടി പറയുകയുണ്ടായി, ആ നടിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയി തോന്നുന്നത് ജീൻസിലാണ്. അവർ പറഞ്ഞത് ജീൻസിലാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയി തോന്നുന്നത്. സാരി എടുക്കുന്നതുകൊണ്ട് പ്രാചീനമായ ഒരു സംസ്കാരത്തിൽ പെട്ടതാണ്, മോഡേൺ അല്ല എന്നൊരു ചിന്താഗതിയിൽ പെട്ട് നമുക്ക് അവസരങ്ങൾ കുറയുന്നതായി സജനിക്ക് തോന്നിയിട്ടുണ്ടോ? ശീതൽ, അത് എനിക്ക് തോന്നുന്നു അതൊരു മോഡേണൈസ്ഡ് ആയി, അല്ലെങ്കിൽ ഞാൻ കുറച്ച് എന്താ പറയുക മോഡേൺ ഇയറയിൽ പെട്ട ഒരാളാണെന്ന് കാണിക്കുന്നതിലപ്പുറം പണ്ട് സ്ത്രീകൾ എന്തെല്ലാം ജോലികളിൽ ഏർപ്പെട്ടിരുന്നു അതിനേക്കാൾ കൂടുതൽ ഇൻവോൾവ് ആണ് ഇന്ന് കാര്യങ്ങളിൽ. കാരണം ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്, മൾട്ടി ടാസ്കിങ് ആണ്. അപ്പോൾ അവർക്ക് അവരുടെ കംഫോർട്ടബിലിറ്റിക്ക് അനുസരിച്ചുള്ള വേഷം ഇതാണ്. എന്ന് വെച്ചാൽ സാരി എന്നും ഈ 6 മുഴമുള്ള ചേല ചുറ്റി നമുക്ക് പോലെ അത് സാധ്യമല്ല. ഒരു കുട്ടിയെ എടുത്തിട്ട് പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പം നമ്മളധികം
പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ കുട്ടിയെ ഇവിടെ പക്ഷേ വരുന്ന അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. സാരി മാത്രം കൊടുത്ത് എല്ലാ പണികളും വീട്ടിലെ ചെയ്ത്, പണികളിൽ നിന്നല്ല കുട്ടിയെ നോക്കിയും അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ ജീൻസ് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ, അപ്പോൾ ഈ ഒരു ഫാഷൻ ട്രെൻഡ്സ് വന്നില്ലായിരുന്നെങ്കിൽ ആ ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല, ഈ ഫാഷൻ ട്രെൻഡ്സ് തന്നെ എങ്ങനെയാണ് ഉണ്ടായത്? ഓരോ രാജ്യത്ത് അവരവരുടെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സിംഗ് സ്റ്റൈലാണ് അവർ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി സൗന്ദര്യ മത്സരങ്ങളിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീ സൗന്ദര്യ മത്സരങ്ങൾ ഇന്ന് അളക്കപ്പെടുന്നത് ഒരു ബാഹികമായ സൗന്ദര്യം മാത്രമല്ല, ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ടാലൻസ് ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്. ഏതൊരു ഷോയിലാണെങ്കിലും ഇപ്പം മിസ് വേൾഡ് എടുത്താലും സിനിക്ക് എന്താണ് അഭിപ്രായത്തിനെ കുറിച്ച്? മാനസികമായിട്ടുള്ള സൗന്ദര്യമാണ് നമ്മൾ പുറത്തേക്ക് വരേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സൗന്ദര്യ മത്സരങ്ങൾ പുറത്തേക്ക് വിടുന്നത് അവരുടെ ശരീര വടിവും. ഒരൊറ്റെണ്ണത്തിൻ്റെ ശരീരത്തിൽ ഡ്രസ്സ് ഉണ്ടാവില്ല. ഒരു 1/2 മീറ്റർ തുണി ഉണ്ടെങ്കിൽ അവർക്കത് എവിടെയൊക്കെ വെക്കാവോ അത്രയും ഭാഗം അങ്ങ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഹാപ്പിയായി, അത് പുറത്ത് വിടുന്ന ആൾക്കാരും ഹാപ്പിയായി, അവിടെ നിന്നും റേറ്റിങ്ങും കൂടി, കാണുന്നവരും ഹാപ്പിയായി. അപ്പോൾ ഇവിടെ നിന്നും നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു മാറ്റം ഇവിടെ കാണാം. ഇപ്പം നമ്മളെക്കാളും ഇളയവരായാലും ഇത് കണ്ടിട്ടാണ് വളർന്നു വരുന്നത്. ഇവരാണ് ഇത് കണ്ടുപിടിച്ചിട്ട് ഇവർ പറയും അതുപോലെ നടന്നാലാ ട്രെൻഡ് ആവുള്ളൂ. എന്ത് ഈ സ്ത്രീ സൗന്ദര്യ മത്സരങ്ങള് ഒരു ശരീര പ്രദർശനം മാത്രമായി ഒതുങ്ങുന്നു എന്നൊരു അഭിപ്രായം ദേവുനുണ്ടോ? ഒരിക്കലുമില്ല. ഒരു ശരീര പ്രദർശനമായിട്ട് ഞാൻ കാണുന്നില്ല. അതിൽ ധാരാളം കാര്യങ്ങൾ വേണ്ടതും അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ ജനനോളജി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ കുട്ടിയിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം മിസ് വേൾഡ് അങ്ങനെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും നമുക്കറിയാം പണ്ട് കാലത്ത് സിനിമയിലും നാടകത്തിലും അഭിനയിക്കുന്നവർക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ഇമേജ് ആണ് ഇപ്പൊ മോഡലിങ്ങിന് പോകുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങിപ്പെടുന്ന ആ പ്രൊഫഷൻ സ്വീകരിക്കുന്നവർക്കുള്ളത്. അങ്ങനെ അത് ശീതൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എന്തിനൊരു ഇറങ്ങി തിരിച്ചാലും അതിന് നെഗറ്റീവ് പറയുന്നവരുണ്ടാവാം. അപ്പം ഏതൊരു കാര്യം എടുത്താലും അതിന് പോസിറ്റീവ് പറയുന്നവരുണ്ട്, നെഗറ്റീവ് പറയുന്നവരുണ്ട്. പക്ഷെ ഒരു കാരണത്തിലും ഇതിനെ ഒരു നെഗറ്റീവായി കാണേണ്ട അർത്ഥമില്ല. അത് നല്ലൊരു രീതിയിൽ പോവുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ സൗന്ദര്യ മത്സരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ മോഡലിംഗിൽ പോകുന്ന കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഒത്തിരി പ്രതിസന്ധികൾ തരണം ചെയ്താണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അവര് ചുമ്മാ ശരീര പ്രദർശനം നടത്തുന്നു എന്ന ഒരു ലെവലിലേക്ക് ഒതുങ്ങുന്നു. എങ്കിൽ അവരവിടെ എത്രയോ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നെന്നോ അതിൻ്റെതായ അവരുടെ ടാലൻസും പേഴ്സണാലിറ്റിയും കോൺഫിഡൻസും അവിടെ എത്രയോ വിലമതിക്കുന്നെന്നോ ചിന്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല എന്നൊരു അഭിപ്രായം ടീന ചേച്ചിക്കുണ്ടോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബാക്കിലുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഷോ ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്താണോ സ്ട്രഗിൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ല. ഇപ്പോൾ എന്താണോ അവർ കാണുന്നത് അത് മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ എടുക്കാൻ പോകുന്നത്. ഇപ്പം ഒരാൾ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ അയാൾ ഈ കാണുന്ന പ്രേക്ഷകൻ ചിന്തിക്കുന്നുള്ളൂ. ഇത് തന്നെയാണ് എല്ലാവരും ഇതുപോലൊരു ഫാഷൻ ഷോ കാണുമ്പോഴും ഉണ്ടാകുന്നത്. ഓക്കെ, ആ വരുന്ന മോഡൽ വേഷം ഇട്ടിട്ടുണ്ടോ, അതെന്താണ്, അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡൽസിനേക്കാളും വൾഗറായിട്ടുള്ള ഡ്രസ്സിങ്ങിൽ വരുന്നവരുണ്ട്. ഒരു ഫാഷൻ റാം ഷോയിൽ യൂസ് ചെയ്യുന്ന സ്വിംസ്യൂട്ടിനേക്കാളും വൃത്തികേടായിട്ടുള്ള രീതിയിൽ വരുന്നവരുണ്ട്. ഇപ്പം സാരി ഏറ്റവും മാന്യമായ ഒരു വസ്ത്രമാണ് സാരി. ഏറ്റവും വൾഗറായിട്ട് എടുക്കാൻ പറ്റിയ വസ്ത്രവും സാരി തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചിന്താഗതി, അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളത് എങ്ങനെ കാണും. ഇപ്പം വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു, പക്ഷെ ആ ചിന്താഗതി നമുക്ക് കിട്ടാത്ത അത്രയും കാലം, ആ ഒരു സംസ്കാരം സ്വീകരിക്കാൻ പറ്റാത്ത അത്രയും കാലം ആ ഡ്രസ്സ് ധരിക്കുന്നതിൽ നെഗറ്റീവ്സ് കാണുന്നവരുണ്ടാവും. അങ്ങനെയുള്ള വിഭാഗത്തെക്കുറിച്ച്, അതായത് എന്ത് ഒരു കാര്യത്തെയും നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നവരെ കുറിച്ച് എന്താണ് സജിനയുടെ അഭിപ്രായം? എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് വെച്ചാൽ, ഈ ഫാഷൻ ഷോസ് അല്ലെങ്കിൽ സൗന്ദര്യ മത്സരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ടോട്ടലി കവേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് എത്ര എക്സ്പോഷർ കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എത്ര എക്സ്പോഷർ കിട്ടുമെന്ന് നമുക്കൊരു സംശയമുണ്ട്. കാരണം ഒരു ഹാഫ് ന്യൂഡായിട്ട് വരുന്ന, നമുക്ക് FBയിലൊക്കെ ഒരുപാട് പോസ്റ്റുകൾ കാണാം, ഹാഫ് ന്യൂഡ് ആയിട്ടുള്ളത്, ഫുൾ ന്യൂഡ് ആയിട്ടുള്ളത്. അതിന് ആ ഒരു എന്താ പറയുക, ഇപ്പോൾ 2 പീസിൻ്റെയൊക്കെ തന്നെ ആ ഒരു എക്സ്പോർട്ടിങ്, അതിനൊക്കെ വേണ്ടിയിട്ട് സ്ത്രീകളെ മാത്രമേ വെച്ചിട്ട് അവർക്ക് ആ ഒരു ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് മുന്നോട്ട് വരുന്ന മോഡൽസ് എന്ന് വെച്ചാൽ അവർക്കൊരു ഓപ്പണിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്കൊരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് they are always ready. കാരണം അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം മോഡലിംഗിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ സജിന, അപ്പം അങ്ങനെ ഇപ്പോ
അപ്പം എനിക്ക് തോന്നുന്നു നമുക്കറിയാം വണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒത്തിരി മെഷീൻസ് ഇറങ്ങുന്നുണ്ട് വിപണിയിൽ. അതുപോലെ തന്നെ 1 മാസത്തിനുള്ളിൽ വണ്ണം കുറയ്ക്കാം, 2 മാസത്തിനുള്ളിൽ ഈ ടെൻഡർ പോലെ അവരെടുത്ത് വണ്ണം കുറയ്ക്കുന്നവരുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണെന്ന് ധനിച്ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അല്ല, വണ്ണം കുറയാ വണ്ണം കൂടുക എന്നുള്ളത് സൗന്ദര്യത്തിന്റെ സങ്കല്പം മാത്രമല്ല. ആക്ച്വലി വണ്ണം കുറെ കൂടിയിട്ട് Actually, ആരോഗ്യം വണ്ണം സൗന്ദര്യത്തിന്റെ ഒരു ക്രൈറ്റീരിയ അല്ല. വണ്ണം എന്നുള്ളതല്ല, ആരോഗ്യം എന്നുള്ളതാണ് പ്രശ്നം. വണ്ണം വണ്ണം കൂടിയാലും വണ്ണം എപ്പോഴെങ്കിലും കുറഞ്ഞാലും ധനിച്ചേച്ചി ആരോഗ്യത്തിന് try പ്രശ്നമില്ല. ചെയ്തിട്ടുണ്ടോ? വണ്ണം എപ്പോഴെങ്കിലും? കൂടാനും ട്രൈ ചെയ്തിട്ടുണ്ട്, വണ്ണം കുറയാനും ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം 2 സ്റ്റേജ് അത് എന്റെ രണ്ടും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാഗികമായ ഒരു സൗന്ദര്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള അതായത് നമ്മളിപ്പോ തയ്യാറെടുപ്പുകളായി തോന്നിയിട്ടില്ലേ? അത് തന്നെയാണ് സംഭവം. ഒരു പെൺകുട്ടി, ഒരു അപ്പൊ അതിലും ചെറുപ്പം അപ്പൊ- വിനയുടെ പ്രായത്തില് ഇത്രയല്ല, കുറച്ചും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഇത്ര വേണം സൈസ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മുടെ സമൂഹത്തില്. അതല്ല, നമുക്ക് എല്ലാവർക്കും ആങ്ങളമാരും പുരുഷ സുഹൃത്തുക്കളും എല്ലാവരും ഉള്ളവരാണ്. അപ്പം അങ്ങനെ ഒരു മൈൻഡ് നിങ്ങൾക്ക് പുരുഷന്മാരുടെ കേസിൽ തോന്നിയിട്ടുണ്ടോ? അതായത് വണ്ണമുള്ള ഒരു സ്ത്രീയെ അവർക്ക് വേണ്ട, അല്ലെങ്കിൽ അവർ തരം താഴ്ത്തി കാണുന്നതായിട്ട് എപ്പോഴെങ്കിലും വിജയ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? സ്ത്രീ സൗന്ദര്യ മത്സരത്തിലാണെങ്കിൽ നമ്മൾ ആ ബാഹ്യ സൗന്ദര്യത്തെ നമ്മളൊന്ന് കാണുന്നവർക്ക് അതിനെ സൗന്ദര്യം അളക്കുന്നത് എപ്പോഴും ഭാഗ്യ സൗന്ദര്യം വെച്ചിട്ടാണ്. നമ്മൾ അതെ, അളക്കുന്നത്. ഒരു പെൺകുട്ടി സൗന്ദര്യ സുന്ദരിയാണെന്ന് മത്സരത്തിൽ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ അളക്കുന്നു. പിന്നെ സൗന്ദര്യ മത്സരത്തിന് തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പൊ കുറെ യൂത്ത് അവരുടെ ഫിസിക്കൽ ഇതിനെ പറ്റി കോൺഷ്യസ് ആണ്, അവരുടെ ഡയറ്റിനെ പറ്റി അവർ കോൺഷ്യസ് ആണ്. അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അസുഖങ്ങൾ വരാതിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രോട്ടീൻ പൗഡർ മാത്രം കലക്കി കുടിച്ച് വേറെ ഒരു നല്ല ഭക്ഷണവും വശങ്ങൾ കഴിക്കാതെ- ചിന്തിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. നല്ല വശങ്ങൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആണല്ല നമ്മുടെ ഇന്നത്തെ യൂത്ത്. അപ്പൊ അത് നമുക്ക് സൗന്ദര്യ മത്സരത്തിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ. ഇനിയിപ്പം മുഖ സൗന്ദര്യത്തിലേക്ക് വരാം. ഇപ്പം മേക്ക് ഓവേഴ്സ് പറഞ്ഞ പോലെ തന്നെ എന്താ മേക്കപ്പ് ഐറ്റംസ്, പല ബ്രാൻഡിന്റെ മേക്കപ്പ് ഐറ്റംസ്, അതും എനിക്ക് തോന്നുന്നു പല കുടുംബങ്ങളിലും ഒരു സാധാരണക്കാരന്റെ വീട്ടില് ഒരു മാസത്തേക്കുള്ള ഭക്ഷണം വാങ്ങുന്നതിന്റെ അല്ലെങ്കിൽ അരി വാങ്ങുന്നതിന്റെ കാശായിരിക്കും ഒരു ഫൗണ്ടേഷനോ ഒരു എന്താ പറയുക ലിപ്സ്റ്റിക്കോ വാങ്ങാൻ വേണ്ടി മറ്റു പലരും ചെലവഴിക്കുന്നത്. അതിന്റെ ഉദാഹരണമായിട്ടാണ് നമ്മളുടെ നാട്ടില് ഇങ്ങനെ ലേഡീസ് സ്റ്റോഴ്സും അതുപോലെ തന്നെ ഇപ്പോൾ പണ്ടൊക്കെ ബ്യൂട്ടി പാർലേഴ്സ് ഒക്കെ കൂടി വരുന്നത്. പണ്ടൊക്കെ ലേഡീസ് സ്റ്റോറും ബ്യൂട്ടി പാർലറൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അവിടെ കയറാൻ തന്നെ പലർക്കും ഒരു മടിയായിരുന്നു. അങ്ങോട്ട് കയറി പോകുന്നത് കണ്ടാൽ ഞാൻ അങ്ങനെ ആവുമെന്ന് തോന്നും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അടിക്കടിക്ക് ഇപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളെന്ന രീതിയിൽ കീർത്തി ചേച്ചിക്ക് എന്താണ് അഭിപ്രായത്തിനെ കുറിച്ച്? ഇങ്ങനെ നമ്മളുടെ കടകൾ കൂടി വരുന്നുണ്ട്, അതായത് നമ്മൾ തന്നെയല്ലേ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് വരണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടി വിയിലും ഈ മോഡലിംഗ് അല്ലെങ്കിൽ ഈ മൂവീസൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തന്നെ ഇപ്പോൾ ഹെയർ സ്ട്രെയിറ്റനിങ്, ഇപ്പോൾ നമ്മൾ പല മൂവീസിലും കാണുമ്പോൾ ഹീറോയിൻസ് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് അവരിങ്ങനെ നടക്കുന്ന കാണുമ്പോൾ എന്ത് പറഞ്ഞാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണത്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഫീലിംഗ് വരും. ഇപ്പോൾ ഒരു കേളി ഹെയറുള്ള ഒരാൾക്ക് ഇപ്പോൾ അങ്ങനെ ഹീറോയിൻസ് നടക്കുമ്പോൾ കാറ്റത്ത് ഈ മുടി പറക്കുന്നത് കാണുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫീലിംഗ് വരും. നമ്മൾ മുടി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്നറായിട്ട് നമുക്ക് അതിലൊരു ഫീലിംഗ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെയാണ് പോകുന്നത് ഇങ്ങനെ ബ്യൂട്ടി പാർലേഴ്സിലേക്ക് ഇതാക്കാനായിട്ട്. പക്ഷേ നമ്മളുടെ ഭൂരിപക്ഷം പേരും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നെവിക്യൂൻ അല്ലെങ്കിൽ മിസ് വേൾഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോസിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? ഒരു ഇപ്പം ഫാഷൻ ഷോ ഒക്കെ പറഞ്ഞല്ലോ ശീതൽ. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവരാണല്ലോ മോഡലിംഗ് ഒക്കെ ഇഷ്ടം അല്ലെങ്കിൽ ആഗ്രഹം പാഷനായിട്ട് കൊണ്ട് നടക്കുന്നവരാണ് ഇതിലേക്ക് പോകുന്നവർ. അപ്പൊ അതിൻ്റെതായ ക്രൈറ്റീരിയ എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. പിന്നെ എന്തുകൊണ്ട് മോഡലിംഗിലേക്ക് നമ്മൾ പോവാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ബ്യൂട്ടി കോൺഷ്യസ് അത് ഓവർ ആയിട്ടുള്ളവര് തീർച്ചയായിട്ടും അതിന് ട്രൈ അതിന് പ്രിപ്പയർ ബ്യൂട്ടി കോൺഷ്യസ് ആയവരാണെന്ന് മാത്രം പറയാൻ പറ്റില്ല. അവർ അതൊരു പ്രൊഫഷനായിട്ട് എടുക്കുന്നവരാണ്. ഈ ശ്രദ്ധ എന്നുള്ളത് വേറെ കാര്യം. എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ഈ എക്സ്പോഷറുള്ള ഏത് മീഡിയയിലേക്കും കടന്നു വരുന്നത്. ഞാൻ ശ്രദ്ധിക്കപ്പെടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. മോഡൽസ് അവരുടെ സൗന്ദര്യം വിറ്റ് കാശാക്കുന്നു, ബാക്കിയുള്ളവർ വേറെ ഏതെങ്കിലും അവരുടെ കഴിവുകൾ വിറ്റ് കാശാക്കുന്നു. അപ്പോൾ മോഡൽസിനെ പറ്റിയാണ് പറയണേ. മോഡൽസ് അവരുടെ ശരീരത്തിനെ അല്ലെങ്കിൽ മുഖത്തിനെ നല്ല ഭംഗിയിൽ കൊണ്ടു നടന്നാൽ മാത്രമേ അവർക്ക് മാർക്കറ്റുള്ളൂ. ഇല്ലാതെ ഇപ്പോൾ അവർ വീട്ടിൽ നിൽക്കുന്ന പോലെ ഒരു ഡ്രസ്സ് ഇട്ട് ഇറങ്ങി മുടി ചറ ഇട്ട് ഇറങ്ങിയാൽ ഒരാളും അവരെ വിളിക്കില്ല. അത് മോഡൽസ് ഇപ്പം ആ ഒരു അത് വെച്ചിട്ട് നമ്മളിപ്പോൾ എൻ്റെ പ്രൊഫഷൻ വേറെയാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഓഫീസിൽ പോകുന്ന സ്ത്രീയാണ്. ഞാൻ ആ മോഡലിനെ പോലെ ഞാൻ എൻ്റെ മുടി ഇങ്ങനെ അങ്ങനെ ചെയ്ത് നടക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം എൻ്റെ വീട്ടിലെ ബഡ്ജറ്റാണ്. അവർ ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യണം എന്ന് പറയുമ്പോഴേ തെറ്റുള്ളൂ. അത്രയും നേരം നമ്മൾ വളരെ ചൂടേറിയ ഒരു ചർച്ചയിലായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്രയും നേരം ചർച്ച ചെയ്തതിൽ നമുക്ക് മനസ്സിലായത് സൗന്ദര്യ മത്സരങ്ങൾ അനിവാര്യം തന്നെയാണ്. കാരണം അവിടെ അളക്കപ്പെടുന്നത് ഒരു ഭാഗികമായ സൗന്ദര്യം മാത്രമല്ല, പേഴ്സണാലിറ്റിയും ടാലൻസും ആറ്റിറ്റ്യൂഡും എല്ലാം അവിടെ എന്താ പറയുക ഒരേ രീതിയിൽ പല രീതിയിലും
അളക്കപ്പെടുന്നുണ്ട്. അതിന്റെ ബേസിസിൽ കൂടിയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ മെയിൻ ആയിട്ട് വന്നൊരു പോയിന്റ് ആയിരുന്നു വണ്ണമുള്ള വിഭാഗം, വണ്ണം കുറഞ്ഞ വിഭാഗം, കറുത്ത വിഭാഗം, വെളുത്ത വിഭാഗം. ഇവരെ എല്ലാവരെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാവർക്കും സ്വീകാര്യമായ കുറച്ച് മാനദണ്ഡങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇപ്പോഴും നിലനിൽക്കുന്ന മാനദണ്ഡങ്ങൾ വെട്ടിത്തിരുത്തി ചില ക്രൈറ്റീരിയസ് ആഡ് ചെയ്യണം, ചിലത് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു കൺക്ലൂഷനിൽ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബ്യൂട്ടി കോൺഷ്യസ് ആവാം, പക്ഷെ അത് ഓവർ ആവരുത്. എങ്കിൽ മോഡലിങ്ങിലേക്ക് പോകുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റ് സൗന്ദര്യ മത്സരങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്കും അവരുടേതായ പ്രശ്നങ്ങളും അവരുടേതായ ആഗ്രഹങ്ങളും ഉണ്ടെന്നൊരു കൺസിഡറേഷൻ നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. അവരൊരിക്കലും മോശപ്പെട്ട ഒരു വിഭാഗമല്ല. അവരവരുടെ ടാലൻസ് ചിലപ്പം മോഡലിങ്ങിലുള്ളവരായിരിക്കും. വെസ്റ്റേണൈസ്ഡ് കൾച്ചറിലേക്ക് മാറാതെ നമ്മുടെ സംസ്കാരത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മളുടേതായ ഫാഷൻ ട്രെൻഡ്സിനെ ഉൾക്കൊള്ളാൻ, അങ്ങനെയുള്ള ഫാഷൻ ട്രെൻഡ്സ് സ്വീകരിക്കാനും നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ നന്മയും നിറവും വെളിച്ചവും ഇത്തിരി കൊന്നപ്പോൾ.